എൻ്റെ പേര് ജീവൻ. 2 വർഷം കഴിഞ്ഞ് എനിക്കിനി ഇതുപോലെ ഈ റോഡിലെ മഞ്ഞ് കാണാൻ സാധിക്കൂ. 2 വർഷം കഴിഞ്ഞ് എനിക്കിനി ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തി നിൽക്കുന്നത് കാണാൻ അനുവാദമുള്ളൂ. അത് ഓർക്കുമ്പോൾ സങ്കടം ചില്ലറയൊന്നുമല്ല. പക്ഷേ ഇനിയിപ്പോ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ ഏ ആ എന്ത് പറ്റി? അല്ല അങ്ങനെ എത്ര കൊല്ലമാ? 2. ആ അത് കുറഞ്ഞു പോയല്ലോ. 8-9 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ പരിചയമുള്ള ഒരു വീട്ടിൽ വന്ന് കയറിയതുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഞാൻ സ്ഥിരം ഇതിൻ്റെ ഉള്ളിലാണ് എന്നൊന്നും അർത്ഥമില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമേ കിടന്നിട്ടുള്ളൂ. പക്ഷെ അന്നത്തേത് 7 വർഷത്തെ ശിക്ഷയായിരുന്നു. നല്ല നടപ്പിന്റെ പേരിൽ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ പറ്റിയെന്ന് മാത്രം. തടിച്ചല്ലോടാ. പുറത്തെ ഫുഡല്ലായിരുന്നു സാർ. ഇനിയിപ്പം മെലിഞ്ഞോളും. Man, what man? So he came. ഇന്നു വന്നു. വന്നിട്ട് കുറേ ദിവസമായി. ക്വാറന്റൈനിലായിരുന്നു. സെല്ല് കിട്ടിയിട്ട് 2-3 ദിവസമായുള്ളൂ. എവിടെ? ജിയിൽ. ഗുഡ്. കം കം.
ഏതായാലും ഭാഷ പഠിച്ചു അല്ലേ? 8 മാസം കഴിഞ്ഞില്ലേ. How do you survive without learning the language? How could you know that I was here? Here, in the manufacturing? ഐ നോ. So, എന്നെ കാണാൻ തന്നെ നീ വന്നു? How? അവൾ പിടിച്ചതോ or നീ പിടിച്ചതോ? ഞാൻ പിടിച്ചത്. പിടിച്ചതല്ല, പിടിപ്പിച്ചത്. How? ഇറ്റ് വാസ് സിമ്പിൾ. മുമ്പ് എന്നെ ചതച്ച ഒരു സബ് ഇൻസ്പെക്ടറെ പിടിച്ച് ശരിക്കൊന്ന് കൈകാര്യം ചെയ്തു. അയാളുടെ 2 പല്ല് പോയി കിട്ടി. ഫിസിക്കൽ അസോൾട്ട് ഇൻഫ്ലിക്റ്റിംഗ് സീരിയസ് ഇഞ്ചുറീസ്, സെക്ഷൻ 332. ഇറ്റ് വാസ് സ്മൂത്ത്. നീ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. I know. ദെൻ ക്യാഷ് അറേഞ്ച് ചെയ്യും. ചെയ്താൽ? ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോകാം, ആസ് ഐ പ്രോമിസ്ഡ്. You are sure? ഐ എം ഷുവർ. ഇറ്റ്സ് മൈ വേർഡ്. ഐ വിൽ സേവ് യു. ഐ വിൽ. പക്ഷേ യു വിൽ ഹാവ് ടു അറേഞ്ച് ദ ക്യാഷ് വിത്തിൻ 5 months ബിഫോർ ഒക്ടോബർ. ഫാബിയൻ റെമിറസ്. ഫാബിയനെ ഞാൻ കാണുന്നത് 8 മാസം മുൻപാണ്. അവൻ സെല്ലിലേക്ക് മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം. അന്ന് എൻ്റെ ശിക്ഷ തീരാൻ തുടങ്ങിയായിരുന്നു. 5 കൊല്ലം അവസാനിക്കാറാവുന്നു. സത്യത്തിൽ എൻ്റെ ശിക്ഷ 7 കൊല്ലത്തേക്കായിരുന്നു. എൻ്റെ പേരിലുള്ള കുറ്റം കൊലപാതകമായിരുന്നു. 1 കൊലയല്ല, 3 കൊല. പക്ഷെ 3നും തെളിവില്ലായിരുന്നു. 1 മാത്രം സാഹചര്യ തെളിവ്. അതുകൊണ്ട് എനിക്ക് തൂക്കോ ജീവപര്യന്തമോ കിട്ടിയില്ല. 304-ാം വകുപ്പ്, 7 കൊല്ലം. ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് എനിക്ക് നല്ല നടപ്പിൻ്റെ സൗജന്യം കിട്ടി. 2 കൊല്ലം ഇളവ്. അങ്ങനെ 5-ാം കൊല്ലം എന്നെ വിടാൻ ഓർഡറായി. അല്ലെങ്കിൽ തന്നെ ജയിലിൽ നിന്ന് പോരുന്നതിന് തൊട്ടു മുമ്പുള്ള 1 മാസം സുഖമാണ്. തുറന്നു വിട്ടതുപോലെയാ. വല്ലാത്തൊരു സ്വാതന്ത്ര്യമാ ആ നേരത്ത്. എല്ലാവർക്കും ഇഷ്ടം. സ്വാതന്ത്ര്യം കൈയകലത്തെത്തുന്നു എന്ന് കണ്ടപ്പോ എനിക്കും വല്ലാതെ സമാധാനം തോന്നി. ഇനിയിപ്പോ എന്താ, പഴയ ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നോ അതോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ. 5 കൊല്ലം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറിക്കാണുകയില്ലേ. ഇനിയിപ്പോ നാട്ടുകാര് പണ്ടെന്നെ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ കാണുന്നത്, അതോ ഇനി? ഒന്നുമില്ലടോ, താൻ കുഴപ്പക്കാരനല്ല എന്ന് അവർക്കൊക്കെ അറിയാം. ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റൂ. ശരിയാകുന്നില്ലെന്ന് കണ്ടാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറണം. സ്ഥലം വിടാനൊന്നും പോകണ്ട. ഇനിയും ഉണ്ടല്ലോ 10-12 ദിവസം. ആലോചിക്കുമ്പോ ഇതിനിടയ്ക്ക് വേറൊരു വഴി കിട്ടും. എന്തോ. ആരാടോ? ആ സായിപ്പാണോ? അതെ സർ. വയലന്റ് ആണ്? അതെ സർ. പിടിച്ചു കൂട്ടാൻ നോക്കിയിട്ട് ആരും അടുപ്പിക്കുന്നില്ല. ഒതുക്കണം, നോക്കി നിൽക്കാതെ. പിടിച്ചു കേട്ടവന്. ഒറ്റമുറി കൊണ്ട് വയ്ക്കേ. ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ലൈഫാ ഇന്നിങ്ങോട്ട് വന്നേ ഉള്ളൂ, അതിന്റെ ബഹളമാ. ആരായാലും സ്വല്പം ബഹളം വെച്ചു പോകും സാർ. ഇനി 14 കൊല്ലം ഇതിനകത്ത് എന്ന് ഓർക്കുമ്പോ. സായിപ്പ് എന്ത് കുസൃതിയാ കാണിച്ചത്? മറ്റത് തന്നെ, ഡ്രഗ്. കണ്ടപ്പോ തോന്നി. 3 കോടി രൂപയുടെ സാധനമാ അവന്റെ കയ്യിൽ. കൊച്ചിയില് ബോൾഗാട്ടിക്കടുത്തുനിന്ന് പൊക്കുമ്പം എന്റെ അമ്മോ. ഹെറായിനും കറുപ്പും മറ്റ് സകല വേണ്ടാദിനങ്ങളും ഉണ്ടായിരുന്നു. പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കള്ള പാസ്പോർട്ട്, ചീറ്റിങ്, ആ വകുപ്പിൽപ്പെട്ട സകല കേസ്. കിടക്ക് 14 കൊല്ലം. എന്താ ഇഷ്ടായി കാട്ടിക്കൂട്ടണേ?
കണ്ണി കണ്ടൊക്കെ അടിച്ചിട്ടേ ഇരുന്ന് തൂങ്ങിയാണ്ടല്ലോ ചോറിൽ കല്ല് കാണും. ഞാൻ പറഞ്ഞു കൊടുക്കും സായിപ്പ അരിച്ചെന്ന്. എന്താ? ഒന്നാമത് ഈ അഹിന്ദുക്കളെ ഈ പാചകമായിട്ട് ബന്ധപ്പെടുത്തുന്നത് തന്നെ ഒരുതരം അസന്മാർഗ പ്രവൃത്തിയാ. എന്ന് തുറന്നു വിട്ടു. ഇന്നലെ അതല്ലേ കഷ്ടം. അതിലിപ്പോ എന്താ ഇത്ര കഷ്ടം? 5 ദിവസം പിടിച്ച് കെട്ടിടുക. കുറെ നാളത്തെ അങ്ങ് ഇട്ടൂടെ? എന്തിനാ 5 ദിവസം ആക്കണേ? പിന്നെ എത്ര 5 ആഴ്ചയാക്കണം? 5 മാസാക്കിയ എന്താ മുഷിയോ? അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ മാസക്കണക്ക്? ഒരു കൊല്ലത്തേക്ക് അങ്ങോട്ട് ഇട്ടൂടെ? പിന്നെയും കിടക്കല്ലേ 13 കൊല്ലം. എന്റെ ഗുരുവായൂരപ്പാ, ഈ അസുരന്മാരെ ഇടന്ന് എത്രയും വേഗം എന്നെ രക്ഷപ്പെടുത്തി തരണേ. അല്ലേ? അപ്പോ തിരുമേനിയുടെ കാര്യോ? അസുരൻ അല്ലെങ്കിൽ പിന്നെ ആരാ? ദേവനാ? അത് ഇതുപോലെയാ. പിന്നല്ലാതെ ഇതും മോഷണം അതും മോഷണം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവണേ? എന്താ ശരിയായാലേ? മയക്കുപൊടി മോഷിച്ചോണ്ട് പോണ പോലെയാണോ ഭഗവാന്റെ വിഗ്രഹം മോഷിച്ചോണ്ട് പോണത്? രണ്ടും ഒരുപോലെയാണോ പറയണേ? മയക്കുപൊടിയും ഭഗവാനും. എന്റെ കൃഷ്ണ, കള്ളന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ രണ്ടും ഒരുപോലെ അല്ലേ? അത് താൻ പറഞ്ഞ് ശരിയാന്ന് ഞാൻ തോന്നണേ. ഹലോ. ഏയ് നത്തിങ്. പറഞ്ഞു കൊടുക്കട്ടാ. എന്നിട്ട് വേണം ഇനി അയാൾക്ക് എന്നോടൊരു ശത്രുതയാവാൻ. വേണ്ട ഇവിടെ ഇപ്പൊ തന്റെ ഒരു പരിഭാഷ. What is he? തിരുമേനി, he steals gods. What? Deities, idols of temples. Oh, yeah, I know. Great man, great man. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വല്ല വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ. എന്നിട്ട് വേണം ഇവിടെ ഉള്ളവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താൻ. Man, when are you going? Only 2 more days. Lucky. I am sad that you are going. Because you are my only friend here. I am sad. I want to go out. I want to fly off. Take me with you. I mean, you know my problem. Yeah, I understand. See, Fabian, I can save you. I will save you. I have been here for the past 5 years. I know every nook and corner of this place. And then I'm in their good books. Yeah, I know. If you give me money, I'll help you to go out. Can you? Really? Yeah, I can. Okay. I'll give you money. Sure? Sure. How much? 1 lakh rupees. 2, No. 3, Go up. 4, 5 lakhs. Agreed. I take you out for 5 lakhs. When? Not this time. I have no time to plan this time. I go and come back. But will you? Yeah, I will. I will come back and save you.
വെട്ടണടാ, നല്ല ഉശിരായിട്ട് വെട്ടണ്. എന്താണ് അവിടെ നോക്കിക്കുന്നേ? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 1 രൂപ 20 പൈസ അങ്ങോട്ട് വാങ്ങിക്കേണ്ടതാ. ആ എക്സ്ക്യൂസ് മീ, ആ അപ്പോ ഇവർക്ക് 1 രൂപ 20 പൈസയാണ് ഒരു ദിവസത്തെ വേതനം? എന്നൊന്നുമില്ല. അതായത് 1 രൂപ മൂലം മേപ്പോട്ടുണ്ട്. എത്ര വരെ? 1.20, 1.30. കിച്ചണ് ജോലി ചെയ്യുന്നവർക്കല്ല 1.30. അങ്ങനെ 2 രൂപ വരെ ഉണ്ട്. ആ മാനുഫാക്ചറിംഗ് പണിയുന്നവന്മാർക്ക് 2 രൂപ. എന്താടാ, എന്തു പറ്റി? Nothing. I just slipped. കൈ മുറിഞ്ഞിട്ടുണ്ട്. I was working there. Slipped. Fell here. This fell here on top of me. I am all right. ആൾ റൈറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. നടക്ക് കൊണ്ടുപോയി വെച്ച് കെട്ടണം. Morning, sir. You're okay now. Okay. Perfectly okay. Man, I wanted to ask you something. That day, I saw something coming and hitting at my Picasso. I saw it. I heard it. Kning. It was you, huh? You only threw it. Yeah. You never wanted me to go like that. Ale? Karanam, because you wanted the cash. Sariyo? That's right. പിന്നെ നീ എന്നാ കാണിച്ചത് വാസ് ഫൂളിഷ്. എങ്ങാനും കണ്ടുപിടിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും നിന്നെ പുറത്തു വിടില്ലായിരുന്നു. യു വിൽ ബി വാച്ച് ത്രൂ ഔട്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ മിഷൻ നടക്കാതെ പോകും. Yes, yes. I like you. I like you more. Because you are frank. See you. Come on. See you in a bit. Come on. Let's go. Come on. Do it again. Get it. No. I'll get it. Yeah.
Be there, man. One more fella come, we go. I got a no time to come for you only. Sit down. വരി. ഹലോ ആ സാറിന്റെ കാര്യമാണ് ഞങ്ങളൊന്ന് പറഞ്ഞത്. ഒരു VCRന്റെ ആ സാധനമുണ്ട്. ഹിറ്റാച്ചി ഉണ്ടോ? ഡ്യൂട്ടി പേപ്പർ ഉള്ളതും ഇല്ലാത്തതോ? രണ്ടും ഉണ്ട്. പിന്നെ അറിയണ്ടായോ അത് ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോ? അതെ, നാഷണൽ ഉണ്ടോ? എന്റെ ചേട്ടത്തി നാഷണൽ ഉണ്ട്, സോണി ഉണ്ട്, സാനിയോ ഉണ്ട്, നിക്കറ്റാഷ ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, തോഷബ ഉണ്ട്, സകല സൂത്രങ്ങളും ഉണ്ട്. പേപ്പർ ഉള്ളത് വേണേ അങ്ങനെ, ഇല്ലാത്ത വേണേ അങ്ങനെ. അല്ല, ഞങ്ങള് പാർട്ടിയുമായിട്ട് നേരിട്ട് കണ്ടപ്പോ ദേ ഒന്ന് സ്ഥലം വിട്. ഇവിടെ പാർട്ടി ഏജന്റ് ഒന്നുമില്ല. ഒന്നാമത് ഈ കട ചാല കമ്പോളത്തിൽ പോയി വില പേശുന്നത് പോലെ അണ്ണാക്ക് വയ്ക്കാവുന്ന ഒരു സ്ഥലമില്ല. എപ്പോഴും ചുറ്റും കണ്ണുള്ളതാ. ഇവിടെ വന്ന് നിന്നോണ്ട് ഇറ്റാച്ചി ഉണ്ടോ നിക്കിറ്റാഷ ഉണ്ടോ എന്നൊക്കെ വിളിച്ച് കൂവിയാലേ ബാക്കിയുള്ളവരുടെ പഴപ്പാ. ചെല്ല് ചെല്ല്. അതില്ലെന്നേ. ഇയാളിതെന്തോന്ന്? അല്ല, നിങ്ങൾ സാധനം എടുക്കാൻ വന്നതാണോ? ആണെന്നേ. ഏതാ? നാഷണലിന്റെ പേപ്പർ വേണ്ട. വേണ്ട. പക്ഷേ വിലയുടെ കാര്യം നമ്മൾ പറഞ്ഞത് ഇന്ന്. ദേ ഞാൻ അവിടെ വെച്ചാ പറഞ്ഞതാ ഇവിടെ ഒന്ന് വില പേശരുതെന്ന്. ഇവിടെ അത് ഇഷ്ടമല്ല. ആ പോട്ടെ, കൊടുത്തേ. അപ്പൊ ഓക്കെ, ഞങ്ങളുടെ കമ്മീഷൻ 500. ചേട്ടാ അത് പറഞ്ഞില്ലയോ? പറഞ്ഞു, കൊടുക്കാം. ഇതു ആ ആ സായിപ്പ് ഒരു നിക്കോണിന്റെ ലെൻസ് വിൽക്കാൻ കൊണ്ടുവന്നിരിക്കുക. 1500 രൂപ കൊടുക്കും. അതൊന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് അവനെ കൂടെ ഇവരോടൊപ്പം വിളിച്ചോണ്ട് വീട്ടിലോട്ട് വരെ. 1500 പോരെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലോ? തൂക്കിയെടുത്ത് ആ കടലിലേക്ക് ഒരൊറ്റ വീശി വീശു. ഹലോ കാന്തി, നീ ഇപ്പൊ ഇതിന്റെ കൂടെ പോരെ. ഓ, വല്ലാത്തൊരു സ്ഥലം തന്നെ എന്റെ ഈശോയെ, കേട്ടിട്ടേ ഉള്ളൂ. ഞാനെന്നാ കടയിലോട്ട് ഇരിക്കട്ടെ. ആ വാ. ഇനി ഇരിക്കേ. യു കം. $1,500. Okay. ഗാന്ധി, ഓ ബെസ്റ്റ് സെറ്റാ. കിട്ടാൻ പാടാ ഈ സിസ്റ്റം. ലേറ്റസ്റ്റ്. അത് പറഞ്ഞാ മനസ്സിലാവണ്ടേ? എടുത്തേക്കട്ടെ. ആ 18. എന്തേലും കേടുണ്ടെങ്കിലോ? ഏ ഇവിടെ കൊണ്ടുവന്നാ മതി, ഒരു കേടും കാണില്ല. ഓ, നിങ്ങളുടെ ഒക്കെ പറച്ചില്ലല്ലയോ? പുറഞ്ചു, നീ എന്നേരം ഞാൻ എടുത്തോളാം. വേണ്ട, അവനത് വണ്ടി കൊണ്ടുവച്ചേരും. ഓ, എന്തിനാ? ഇത് എനിക്ക് എടുക്കാനുള്ളതല്ലേ അപ്പൊ ഉള്ളൂ. ഞങ്ങളുടെ ആ തരാന്നേ. മതി മതി മതി. ഇനിയെല്ലാം പുറത്ത് പുറത്ത്. എന്നാ പുറത്തോട്ട് വേണ്ട. അയ്യടാ, അങ്ങനെ ആക്കിയിട്ട് പോകാന്ന്. ചേടാ തരാമെന്ന് പറഞ്ഞാ തരില്ലേ? ഞങ്ങൾ എന്താ ഓടിപ്പോകാനോ മറ്റോ തുടങ്ങുന്നു? എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആ സാധനം ഞങ്ങളുടെ കയ്യിലോട്ട് തരാൻ ഒരു വിശ്വാസക്കുറവ് പോലെ കണ്ടു. ഹരി, What, man? Eh? Why are you here? No, it's Eh? you. I came to see you. Go, go, go. Go.
What? Those fellows, Huh? they'll ask me commission. I don't pay them commission. It's straight between you and me. Go, go. Great deal. No commission. Go, man. Go, man. തൂക്കി മാറ്റട ഇയാളെ. ഗോ ഗോ. അന്ന് ഇവന്മാര് വന്നു തുടങ്ങുന്ന ആ കലവ എരച്ചുള്ള ഒരു വരവായിരുന്നില്ലയോ അത്? അന്ന് കോവളമായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അല്ലെന്ന അപ്പൊ ഈ ആസ്ട്രേലിയക്കാരി ആ അതെ, അവള് പറ്റിച്ച പണി. കണ്ണാശുപത്രിയിലെ എബ്രാം തോമസ് ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കണ്ണ് രണ്ടും അന്ന് പോവേണ്ടതാ. ഒരു എബ്രഹാം തോമസ് ഡോക്ടറും ഉണ്ട്. അയ്യോ, എബ്രാം അത് തോമസ് കള, ഡോക്ടർ? ഇത് പിടി, ഇത് പറ എവിടെ വെച്ചിരുന്ന ആ ആ ദോ അവിടെ ലൈറ്റ് ഹൗസിന്റെ അപ്പുറത്തെ മടയുടെ താഴെ. അതോ ചന്നം പിന്നം ചാട്ടില്, പെണ്ണിനാണേൽ വട്ട്. പക്ഷേ പെണ്ണ് സ്വയം അത് പിന്നെ ഓസ്ട്രേലിയ ഇനമല്ലേ, പക്ഷെ വട്ട്. അല്ല വട്ടെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ നല്ല ചില്ല് മാതിരി തെരവ നെറ്റുന്ന പാറപ്പുറത്തെ അവള് പെരുമാറുള്ളൂ. തെര വന്ന് അടിച്ചോണ്ടിരിക്കണം. ആ ആദ്യം കുറച്ചേരുമൊക്കെ ഞാൻ പറഞ്ഞ് വിലക്ക് നോക്കി, എവിടേക്കാൻ. പിന്നെ എപ്പോഴാന്ന് അറിഞ്ഞൂടാ അവള് തന്ന എന്തോ സാധനം വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എനിക്കും തെരയിലിറങ്ങണമെന്നായി. പിന്നെ എന്താ, വെളുക്കുന്നത് വരെ തെരെ തന്നെ വേണം. സംഗതി എല്ലാം ചോറയിൽ ചോറായിരുന്നു. നേരം വെളുത്ത് ഉറങ്ങി ഉണരുമ്പോ അവളും ഇല്ല, അഥവാ ഉണ്ടോന്ന് നോക്കാൻ എനിക്ക് കണ്ണുമില്ല. I'm keeping my bike here and I'll be back after a couple of weeks, okay? Okay, have a nice time. ഏത് നാട്ടുകാരിയാണോ ഏതെനത്തിൽപ്പെട്ടതാണോ നമ്മളെ ഈ പരുവത്തിലാക്കി. ഹലോ, നൈസ് ഗേൾസ് സർ, കേരള ഗേൾസ് സർ, 12, 13, സ്വീറ്റ് 17, നൈസ് ഗേൾസ്. You man, I thought. You got huts to stay? Yes. You got? What is that? We mean no rooms. Cottage like. Yes. Cottage. Huts. ITDC, KTDC. Kudile, Kadappuram. Everything ready. Cheap. Even cheap rooms. No much money. No rupee. ആശില്ല പിന്നെ എന്തിനാ രോഹിനെയും കിട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന? See, you want only cheap cottage? Yeah. Only cottage. No room. 25 rupees day. 25 too much. I pay 20. Okay, 20. But 20 room only. No bathroom. No bathroom? No attached. You bath, see. Okay, let's go and see. Come. നീ ഒന്ന് പുറത്തു പോയാൽ തിരിച്ചു വരുന്നവരെ ഇവിടെ ഉള്ളവർക്ക് ആദ്യ എന്തിന്? ഈ പൊടിയുടെ ബിസിനസ് കാരണം. കിണിക്കണ്ട, ഇത് പോലീസ് പിടിച്ചാൽ പുറത്ത് കാണിക്കില്ലെന്നാ. മറ്റേതായിരുന്നപ്പോ പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ചേച്ചി ഇതെന്താ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ? ഒരു പൊതി കഞ്ചാവ് വിറ്റാൽ എന്തോ കിട്ടും? പോലീസിന്റെ കണ്ണും വെട്ട് ചിരുട്ട വിളക്ക് കടന്ന പ്രോഫിറ്റ് 2 അല്ലേ 3 രൂപ. ഇതാണേ ബ്രൗൺ ഷുഗറിന്റെ ഒറ്റ കച്ചവടം ഒത്തു വീണാ കിട്ടുന്ന 500 ചിലപ്പോൾ 1000 രൂപ. പറഞ്ഞോണ്ടാ മതി. അയ്യോ ചേച്ചി, കോവളത്തിൽ ഇപ്പൊ ആർക്കും ഗ്രാസിന്റെ ബിസിനസ് ഇല്ല, എല്ലാരും പൊടിയിലോട്ട് മാറി. എന്താ ഈ പിള്ളേർ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഈ ചേച്ചി എന്നെ കുപ്പിച്ചില്ലെടുത്ത് കുത്തി. ഞാനൊന്നും ചെയ്തില്ല. ഈ ചെറുക്കനെ ഗ്ലാസ് പൊട്ടിച്ചേ. അയ്യോ
അവസാനിച്ച നയപ്പന്നെ നീ തുടങ്ങും. രണ്ട് പെമ്പിള്ളേരെ കാര്യം അന്വേഷിക്കേണ്ട ചെറുക്കനാ. നീയും കൂടി ഇങ്ങനെ തുടങ്ങിയ. അമ്മച്ചി പേടി കൊണ്ട് പറയുന്നതാ. നിനക്കിതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തുകൂടെ ചെറുക്ക? ഞാൻ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിലേ ചേച്ചി ഇന്ന് കോവളത്തെ മെറ്റൽ പൊട്ടിക്കാൻ പോകും. അതെനിക്ക് കാണാൻ വയ്യ. ഇവിടെ ഇന്നിപ്പോ എന്നെ പോലെ ഒരുത്തന് കിട്ടാൻ ഇതേ ഉള്ളൂ ചേച്ചി പണി. അല്ലെ പിന്നെ നടക്കണം. നൈസ് ഗേൾസ്, കേരള ഗേൾസ്. ഇന്നലെ കുട്ടിയുടെ ഒരു സ്വകാര്യം പറയട്ടെ. ഇനി വാ. എന്തുവാ ഇത്? എന്റെ ആശാനെ വല്ല സായിപ്പന്മാരും കണ്ട പടം എടുത്തോണ്ട് പോകും. നിങ്ങൾ അറിയത്തില്ല. ആ പോട്ടെ വണ്ടി. അല്ലെന്റെ അങ്കിളെ, ആ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആരോ പറഞ്ഞു. ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. എന്നാലൊന്ന് അന്വേഷിക്കണ്ട അങ്കിളെ. കാര്യമായ തുക കിട്ടുന്ന പണി വല്ലതും തന്നില്ലെങ്കിലേ ചുറ്റിപ്പോവും. അന്വേഷിച്ചില്ലെങ്കിലും ഞാൻ നാളെ കാന്തിയെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നാളെ വർക്കല വരെ ഒന്ന് പോവാം. പിന്നെന്താ? അഡ്രസ് തരാം. അവിടെ ഒരു ലതാ നിവാസിൽ സദാനന്ദം മുതലാളി അങ്ങേരുടെ മരുമോനൊരു വീഡിയോ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. കാശ് കൊടുത്ത് അതിങ്ങ് എടുത്തോണ്ട് വരണം. വെളുപ്പിനെ വിട്ടേക്കട്ടെ. ആ വിട്ടോ. നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. 11:49 എടുത്തോ. വേണ്ട, ആ മുച്ചുണ്ടൻ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി ഞാൻ കയറത്തില്ല. ശരി, എങ്കിൽ ഈ മുച്ചുണ്ടന്റെ കയ്യിൽ നിന്ന് നീ കാറിന്റെ കീ വാങ്ങിച്ചോണ്ട് പോയിക്കോ. കഴിഞ്ഞില്ലേ? താങ്ക് യു. സാധനം വണ്ടി കയറ്റുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് കമ്മീഷൻ വാങ്ങിച്ചോണം. എന്ത് വാങ്ങിക്കണം? 1000 വാങ്ങിച്ചോ. അയ്യോ, രാത്രിയിൽ എങ്കിലൂടെ കാണത്തില്ല. കാണും. ഞാൻ വന്ന് അഡ്രസ് വാങ്ങിച്ചോളാം. ആരുടെ അഡ്രസ്? ലതാ നിവാസിൽ സദാനന്ദം മുതലാളിയുടെ. എന്താ കോളം എന്നറിയാവോ? രാവിലെ 11 മണിക്ക് മിസ്റ്റർ കാന്തി തിരിച്ചു കോവളത്തിൽ ലാൻഡ് ചെയ്യുന്നു. ആൻ എമൗണ്ട് ഓഫ് ₹1000 എന്തിനാ പോണത്? അതൊന്നും പറയത്തില്ല. അതൊക്കെ ട്രേഡ് സീക്രട്ടാ. ഓ, സീക്രട്ട്. ഇവിടെ ആർക്കും അറിയാത്ത പോലെ. ഇങ്ങേരുടെ ആയതുകൊണ്ട് ബ്രൗൺ ഷുഗറും കഞ്ചാവും ഒന്നും അല്ലെന്ന് വിചാരിക്കാം. ഏയ്, പുള്ളിക്ക് അതിന്റെ ഒന്നും ഇടപാടില്ല. പുള്ളിയുടെ ബിസിനസ് എല്ലാം ഫോറിൻ കറൻസി, ഫോറിൻ ഗുഡ്സ്. എന്ത് കാശാ ഉണ്ടാക്കിയിരിക്കുന്ന അറിയാവോ? ടൂറിസ്റ്റ് ടാക്സി 3 കോവളത്തോടുന്നത്. ആ പള്ളിയുടെ അപ്പുറത്ത് ഹോട്ടൽ പണിയുന്നത് ഇങ്ങേർക്കാണോ? ആണോ? ആ, ആരോ പറഞ്ഞു. എന്തിനാ ഇങ്ങനെ കാശ് കൂട്ടി വെക്കുന്നേ? ഭാര്യയും പിള്ളേരും പോലും ഇല്ല കൊടുക്കാൻ. ഈ അണ്ണൻ്റെത് ഒരു വല്ലാത്ത കഥയാ. ആദ്യം കോവളത്ത് വന്ന് വെട്ട ബാച്ചിലുള്ളതാ. ഒരു 70-75 ഹിപ്പികളുടെ കാലത്ത് വന്നാന്നാ പറയുന്നത്. ഏതായാലും കയ്യും വീശി വന്നവനാ. എവിടുന്ന്? തങ്കശ്ശേരിയാന്നും പറയുന്നുണ്ട്, ഫോർട്ട് കൊച്ചിയാന്നും പറയുന്നുണ്ട്, കണ്ണൂരിൽ നിന്നാന്നും പറയുന്നവരുണ്ട്. ചോദിച്ചാ അങ്ങനെ ഇതെല്ലാം ആണെന്ന് പറയും. ഇവിടെ എന്തിനു രണ്ടും കൂടെ? ഞാൻ നിന്നെ നോക്കി നടക്കായിരുന്നു. ഞാൻ പോണം. എന്തരെ നീ പോണ? പോട്ടെ വില്ലാച്ചിക്ക. ആ, എങ്കിൽ പോയി. ആണുങ്ങൾ തമ്മിൽ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കണത് പെണ്ണുങ്ങൾക്ക് എന്ത് കാര്യം? എന്തൊരു കുല്ലാച്ചി ഗൗരവമുള്ള കാര്യങ്ങള്. നിങ്ങൾക്ക് വേറെ ഒരു നേരവും കണ്ടില്ലേ വന്ന് ഇടിച്ച് കയറാൻ? അണ്ണാ കോപിക്കില്ല അണ്ണാ. ഇതൊരു കുടുംബം പിഴയ്ക്കേണ്ട കാര്യമാ. പറയും. കോപിക്കൂലല്ലോ? ഇല്ല, പറയും. ആ പൊടിയേല് ഒരു കവറ് എനിക്കും കൂടെ കൂടണ്ണ. കാശ് നാളെ കഴിഞ്ഞു തരാം. ഓ, താനും തുടങ്ങുന്നു. ഇവിടെ തല പോണ കളിയാ. തനിക്ക് കെട്ടിയോളും പിള്ളേരും ഒക്കെ ഉള്ളതാ. എല്ലാം അറിയാം. ജീവിക്കണമല്ലോ. വെള്ളത്തൊലിയുള്ള ഏതിനെ കണ്ടാലും പൗഡർ ഉണ്ടോന്ന് ചോദ്യമേ ഉള്ളൂ എന്ന് വന്നാല് ഒരു കവർ തന്നു നോക്കെന്റെ മക്ക. അടുപ്പി തീ പുകയാൻ വേണ്ടിട്ടാ. സൂക്ഷിച്ചും കരുതിയൊക്കെ വേണം അതിന്റെ ബിസിനസ്. മറ്റേതുപോലെ അല്ല, അറിയാമല്ലോ. അറിയാം. കിടന്ന് വിളിക്കാണ്ടിരിക്കേ. നിങ്ങളൊന്നും ഇങ്ങോട്ടൊന്നും ഇതിനെന്ന് പിടിക്കണുണ്ടോ? കുടിക്കണ്ടെങ്കിൽ കുടിക്കണ്ട, അവിടെ കിടന്ന് മോങ്ങ്. നിങ്ങൾ ഇതെന്തോന്ന്? കുറെ കാപ്പിപ്പൊടിയും ഭസ്മവും മഞ്ഞപ്പൊടിയും കൊണ്ട് കാലത്തെ മുതൽ ഇരിക്കാൻ തുടങ്ങിയതാ. ഇതെന്തോന്നിന്റെ അസുഖം? അരിയസിന്റെ. നിനക്കൊന്നും ഒന്നും മനസ്സിലാവില്ലടി കഴുതേ. ലക്ഷം വന്ന് മറിയുമ്പോഴായിരിക്കും നിന്റെ കണ്ണു തള്ളി പുറത്തു വരണത്.
powder. No, go away. I'm not interested. Smack. No, please. Powder. You got powder? Yeah, powder. Heroin, brown sugar, white snuff. See, The price? 250 rupees. No, 80 rupees. Sir, I have 2 children. See, we will give 80 rupees. No, please. Last price. 100 rupees. 100 rupees. Then okay, give it. Thank you. Listen to that music. It's a good evening. Things are happening, aren't You hear the waves beating. വേറെ വല്ലതും വേണം? ഒരു മുട്ടയും കൂടെ എടുത്തോ. Give back the money. What money? Give back our rupee, 100 rupee. You gave money, I gave powder. What powder? Original powder. This column, no tricks here. No money. Go. Excuse me, you just wait, I'll come. Okay. Okay. Give back the money. What's the matter? What's the matter? Eh? This guy's a fraud. He sells chalk powder. എന്താണ് രാവിലെ കടകളിൽ കിടന്ന് ചീള് കേസുകള്? ഞാൻ ഇന്നലെ അവന്മാർക്ക് ഒരു കവർ കൊടുത്തങ്ങളെ അത് മുഴുക്കെ വലിച്ചു കയറ്റി വെച്ച് ഇന്നിപ്പോ അവന്മാർ എന്റെ പുറത്ത് തരാൻ തുടങ്ങുക. Hey, you leave him. Get lost, you idiot! You have no business. I have some business. It's my restaurant. You leave him first. Leave him. Mind your business. Get bastard! Within 24 hours, you'll have to leave this place, or you will be killed. എന്തിനാ 24 മണിക്കൂർ ഓടാൻ I'll give 24 hours to leave this place. Okay? This is Kovalam, no tricks here. Go. കടലിൽ താക്കണ്ടേ ഇറങ്ങി വേടാ ചുണയണ്ടല്ലേ ഇവിടെ എങ്ങോട്ട് പോണത്? സൂയിക്കാൻ തന്നെയല്ലേ വന്നത്? അടുത്ത സീസണിൽ നല്ല പയ്യന്മാരായിട്ട് വരി. ദിസ് ഈസ് കോവളം. അഭ്യാസം ഒന്നും വേണ്ട ഇവിടെ. ഓടാ. യുവർ ബോൺസ് വി ബ്രേക്ക്. കം ഓൺ ഡർട്ടി ഫെലോ. പാടാ. അടിക്കണേ അടിക്കാം.
മര്യാദക്ക് ജീവിക്കാമെന്ന് വാക്ക് തരികയാണെങ്കിൽ എന്റെ സ്വന്തം റിസ്കിൽ ഒരു ഹട്ടെടുത്തെന്ന് താമസിപ്പിക്കാൻ വരണ. എങ്കിൽ കണ്ണാടി വഴി നിങ്ങളെയും തട്ടും. ഞാനൊരു ഷോയ്ക്ക് പറഞ്ഞല്ലേടി. നിന്നെ പോലെ തെക്ക് വടക്കാരെന്ന് കടപ്പുറം എനിക്കല്ലാരടാ. നിന്റെ പ്രായത്തിൽ ഞാൻ അവനുള്ളപ്പോ കടലിൽ പോയി ദിവസവും 40-50 രൂപ ഉണ്ടാക്കിയവരാ ഞാൻ. അന്നത്തെ 50 വെച്ചാൽ ഇന്നത്തെ എത്രയാടാ? കണക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണ. എന്തോന്നിത് പാതി രാത്രിയിൽ തന്തയും മോനും കൂടെ കുടിച്ചോണ്ട് വന്ന് കിടന്ന് ഗുണം പിടിക്കലടാ നീ. വേണ്ട ദേ ഇല്ലാവചനം പറയല്ലേ. നോക്ക് പണമുണ്ടോ? നീ ഒരു നല്ല വെള്ള ദേ വെച്ച് വീക്കി തരും ഞാൻ. മണക്കുന്നില്ലേലേ നീ കുടിക്കാത്തോണ്ടാ. കുടിച്ചിട്ടില്ലേ നീ പൊടി കയറ്റി കാണും, ഇല്ല ഗുളി അടിച്ചു കാണും. ബോധവും പൊക്കണോ ഇല്ലാതെ നിന്നോണ്ട് ലേശം കള്ളു മോന്തിയനെ എന്നെ ശാസന മേടിക്കും. അവനെ മാത്രമായിട്ട് പറയണ എന്തിന്? കഞ്ചാവും പൊടിയും കണ്ണി കണ്ടതും കച്ചവടവും ചെയ്ത് ചുമ്മാ കറങ്ങി നടക്കാനല്ലാതെ എന്തിനു കൊള്ളാമടാ നിന്നെയൊക്കെ? ഭൂമിയിലുള്ള സർവ്വ ഭാഷയും പറയും, സകല കൊള്ളരുതഴിയും കാണിക്കും. ആ അരേന്റെ വടക്കയിലെ വിൽസനെ പോലെയോ ചെറുപൂണിക്കലെ ഗോപിയെ പോലെയോ 4-5 പയ്യന്മാരൊഴിച്ച് ബാക്കി എല്ലാവനും ഇന്നിവിടെ പോക്കാം, നീ ഉൾപ്പെടെ. ആ പറഞ്ഞു വിടറേ, പെറ്റവള് നീ തന്നെ. അപ്പൊ നീ തന്നെ പറഞ്ഞു വിടും. ഒരു പണിയും ചെയ്യാതെ എങ്ങനെയാണമ്മേ കഴിഞ്ഞ സീസണിൽ ഞാൻ 12,000 രൂപ ഉണ്ടാക്കിയത്? എന്നിട്ടതെവിടെ? ആ കാശ് കൊണ്ടല്ലോ ഈ വീട് ഓടി മേഞ്ഞത്, കാണുന്നില്ലേ? കാശാവുമ്പം വരും പോവും. 12,000 എന്നുള്ളത് ഇനിയൊരു സീസണിൽ ചിലപ്പോ 1 ലക്ഷമായിരിക്കും. പൊടി വ്യാപാരത്തിൽ 1 ലക്ഷം ലാഭം പോടാ. അമ്മ സീസൺ ഒത്തു കിട്ടുകയും ലക്ക് അടിക്കുകയും കൂടെ ചെയ്താൽ ഈ വീട് ഓടല്ല പൊന്നുകൊണ്ട് മേയാനുള്ള കാശായിരിക്കും ചിലപ്പോ വന്നുപെടുന്നത്. അറിയാവോ? പല വലിച്ചേർന്ന രാജേന്ദ്രന്റെ നില എന്താ? വലിയ കാസി എങ്ങനെയാ കാസിയും കോൺട്രാക്ടർ ആയത്? അങ്ങനെ ഇപ്പൊ നീ വലിയവനാകണ്ട, അങ്ങനത്തെ കാശും ഇവിടെ ആർക്കും വേണ്ട. നന്നായി പോയി, നന്നായി പോയി, നന്നായി പോയടി ചെല്ലമ്മേ. പൊടി വ്യാപാരം കൊണ്ട് 1 ലക്ഷം പ്രഭു. കാണിച്ചു തരുന്നതിന് കമ്മീഷൻ വേറെ, കച്ചവടം നടന്നാൽ അതിന്റെ കമ്മീഷൻ വേറെ. ചേട്ടാ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെയും പൊറു പറയുന്നത് ഇതെന്തോ? അല്ല പറയവാ, ഈ കയറ്റമെല്ലാം കേറിയിട്ട് അവിടെ ചെന്നിട്ട് 1-2 പറഞ്ഞ് തെറ്റി കച്ചവടം നടന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങ് പോരാ. കണ്ണും കാണാതെ ഞാനിവിടെ പെട്ടുപോയാലേ കറക്കവാ മോനെ. അതാ അതിന്റെ കമ്മീഷൻ വേറെ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് എന്നെ പറഞ്ഞോണ്ട് ഒരു തൊയ്യങ്ങ് വെച്ചിരുന്നു. ശരി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വീട് പോയി കയറട്ടെ. Get a servant to wash your linen, not me. Who the hell are you? What do you think you are? Not your servant. Slave. You are slave. My slave. Go and call your big mother slave. What do you want? powder. Yes. You got powder. Yeah. What powder? Brown sugar. Original stuff. 250 rupees for cover. 1 gram. Good stuff. This fellow agent? Yeah. Hey. Agent. Yeah. Send him. Ask this guy to go. ബാക്കിയുള്ളവന് വല്ലതും തരേണ്ടി വന്നാലോ ഒന്ന് മേടിച്ചാ ഗോ. Send him away. ദേ ഇത് പിടി. ദന്തര് കാണിച്ചു തന്നതിന്റെ കമ്മീഷൻ. എന്റെ പട്ടിക്ക് നിന്റെ 10 ഉലുവ. ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന്റെയും കൂടെ കമ്മീഷൻ അറിഞ്ഞിട്ട് നമ്മളൊന്ന് പിരിഞ്ഞാ മതി. അണ്ണന്റെ കൂന്ന് ചെല്ല്. ചെല്ല്. ഇത് കൊടു. തൽക്കാലം ഇത് പിടി, നമ്മളൊന്ന് കൊത്തി നോക്കട്ടെ. ആദ്യം വല്ല നടക്കുന്നറിയട്ടെ. ആക്ച്വലി കാര്യമൊക്കെ കാര്യം. സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാല് എല്ലാവരും ഞാൻ പോലീസിൽ പിടിപ്പിക്കും പറഞ്ഞേക്കാം. ദേ ബിസിനസ്, ഐ കമ്മീഷൻ. നോ യു പോലീസ്. ബിഗ് കസ്റ്റഡി. ബിഗ്. Get lost, idiot. ഒന്നും പറഞ്ഞില്ല. Can you supply in bulk? Bulk? Yes. I say in bulk. How much? അങ്ങേർക്ക് ഈ ചില്ലറ പോരാന്നാ പറയുന്നത്. എത്ര വരെ കൊടുക്കാന്ന് പറയാം?
എത്ര പിന്നെ കൊടുക്കാന്ന് പറയണ? അങ്ങനെ കയറി പറഞ്ഞാല് ഏതായാലും പറ. How much? എനി മച്ച് ഇൻ ബൾക്ക്. In kilos? Yeah. You mean in kilos? Yeah. Price 1 kilo, roughly 1.5 lakh Indian rupees. 5 kilo, 7.5 lakh. Can you supply in kilos? എന്തിന് പറയണത്? ഇവൻ എന്തിന് പറയണത്? കിലോയ്ക്ക് 1.5 ലക്ഷം രൂപ വരുമെന്ന്. കൊടുക്കാന്ന് പറയണ. എവിടെ ഇട്ട്? പറയണ, നോക്കാം നമുക്ക്. We give you in kilos. How much? How much kilos can you supply? How much kilos you want? Get out. Both you guys. Get out from this place now. Business bulk. Come to that beach. 5 o'clock. Evening. We talk. Okay? Oh, okay. And don't bring the other guy, Specky. അല്ലടേ, സാഹിബിന്റെ കാശ് കാണും. കാണും. ഇല്ലല്ലോ, അവൻ ഇങ്ങനെ പറയൂ. ചുമ്മാ നമ്മളെ കളിപ്പിക്കാനാണല്ലോ. എങ്ങനെ? വെറുതെ 5 മണിക്ക് ബീച്ചിൽ വാ, കാലത്ത് 8 മണിക്ക് മറ്റേടത്ത് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചുറ്റിക്കാമല്ലോ. അങ്ങനെ അങ്ങ് ചെയ്യൂ. യവന്മാരുടെ കാര്യമല്ലേ, ഒന്നും പറയാനൊക്കില്ല. പിന്നെ 5 കിലോയ്ക്ക് 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞേച്ച് 5 കിലോ കൊണ്ടുവരാമെന്നോ മറ്റോ ചോദിച്ചാ നമ്മൾ എവിടെ നിന്നിട്ടുണ്ടാക്കും? നേരെ തന്നെല്ലോ അണ്ണ. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം. So, How many kilos you want? you're ready with stuff? Yeah. I need up to 5 kilos. Can you supply? We give 1 kilo. Agreed. If it is 1 kilo, no 1.5 lakh. I give you 1 lakh rupee plus 25,000 rupee. No, 1 kilo, 1,50,000 you told. No bargain. I give you 1 lakh rupee plus 25,000 rupee. See, this business is... You supply bulk. I give you more rupee. Risk same. To carry both. Same for 1 kilo and 100 kilo. എന്തിനാ അവനിരുന്ന് ചെലപ്പെടുന്നത്? ഡേ, ഇപ്പോൾ അവൻ പറയുന്നത് 1 കിലോ ആണെങ്കിൽ അവൻ 1.5 ലക്ഷം തരികയില്ല, 1.5 ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന്. സാധനം കൂടുതലുണ്ടെങ്കിൽ വിലയും കൂട്ടി തരാമെന്ന്. കാരണം 1 കിലോ ആയാലും 100 കിലോ ആയാലും പിടിച്ചാൽ റിസ്ക് ഒരുപോലെ ആയതുകൊണ്ട് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ കാശ് മുടക്കുള്ളൂ എന്നാണ് സാഹിബ് പറയുന്നത്. അവൻ പറയണത് കാര്യം തന്നെ. 1.5 1.5 കാശുണ്ടോന്ന് ചോദിച്ചു. Okay. When you want stuff? In 1 week. 7 days. We go after 1 week. All right. We give you powder in 1 week. But you got cash? Yeah. കാണണമെന്ന് പറയണ്ട. We want to see. What? Your cash. Because we take money loan. Interest. Heavy interest. So... ഈശോയെ, ഡോളറാ? This come to 10 or 15 lakh Indian rupees. എടാ, ഇവൻ തിമിംഗലമാടാ. അതെ അണ്ണാ. Hey, Merlin! Come, let's go. Okay, guys. You've got 7 days. Yeah, we get you stuff in 1 week. ഒത്ത സംഗതി ലോട്ടറിയാ. അണ്ണ നീ ഒത്താലെന്ന് പറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴാ ഒപ്പിക്കണം. ഇതുപോലൊരു ചാൻസ് വന്ന് വീഴാൻ വേണ്ടിട്ടാ നമ്മൾ ഈ സീസൺ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത് തന്നെ. അതതെ, എവിടുന്നേലും കാശ് മറിച്ച് ഒക്കുന്ന അത്രയും സാധനം കൊണ്ടുവന്ന് കച്ചവടമാക്കണം. അവന്റെ കാശുണ്ട്. കാശ് മറിക്കാൻ പറ്റിയ കണ്ണൂരോ കമ്പത്തോ ഗോവയിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും പോയി സാധനം സംഘടിപ്പിക്കാം. ചില പാർട്ടീസിനൊക്കെ നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ കാശ് ഒപ്പിക്കുന്ന കാര്യമാണ്. കാശി കടപ്പുറത്ത് തന്നെ ഒപ്പിക്കാം. അങ്ങനെ എന്ത് കണ്ടീഷനാവ്? ഇവനെ നമുക്ക് ദൈവം അങ്ങോട്ട് തന്നതാ. നമ്മുടെ ചാൻസ് ആയത്. ചാൻസാ? അതെ അണ്ണാ.
ഒത്താൽ ഈ കോളനി സ്ഥലവും ഇവിടെ കെട്ട് വരെ നടക്കും. അണ്ണൻ നോക്കിക്കോ. ആ അങ്ങയുടെ കാശുണ്ട്, അത് ഞങ്ങൾ കണ്ടതാ. നിങ്ങൾ ഈ കാര്യം ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? ഒന്നാമത് ഈ വമ്പൻ സ്രാവുകളുമായിട്ടൊക്കെ ഇടപെടുമ്പോ അങ്കിൾ ഞങ്ങൾക്ക് മുടക്കാനുള്ള കാശ് തരികയാണെങ്കിൽ ഈ കേക്ക് ഞങ്ങൾ രണ്ടുപേരും നേടും. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ നടക്കും. നേടിയാലേ? നേടിയാലും എന്ന് ചോദിച്ചാൽ മാനമായിട്ട് വേറെന്തെങ്കിലും തുടങ്ങാനുള്ള മുതലൊത്ത് കിട്ടിയാൽ ഇത് വിട്ട് അങ്ങോട്ട് മാറും. മാറോ? അതിലെന്താ സംശയം? അങ്ങനെ മാറണേലേ നിനക്ക് എന്ത് കിട്ടണം? എനിക്കൊരു വണ്ടി മേടിക്കാനുള്ള കാശ് കിട്ടിയാൽ മതി, ഞാനത് ഓടിച്ച് കഴിഞ്ഞോളാം. പൊറിഞ്ചുവിനോടാ? എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. വേണേ സായിപ്പിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. വേണ്ട, ഈ സമയത്ത് ഞങ്ങൾ തമ്മിൽ കാണണ്ട. ഞാൻ കാശ് തരാം. നിങ്ങൾക്ക് എത്ര വേണ്ടി വരും? ഒരു 3 കിലോയുടെ ബിസിനസ് നടന്നിരുന്നതിൽ. 3 കിലോയോ? അങ്ങേര് പറഞ്ഞ പോലെ എന്തായാലും റിസ്കാ. അപ്പൊ പിന്നെ നമ്മളും ബൾക്കായിട്ട് എടുത്തില്ലേല്. 3 കിലോ ആണെങ്കിൽ കിലോയ്ക്ക് 1.5 ലക്ഷം വെച്ച് എടുത്തോളാം അയാൾ പറഞ്ഞു. ഞങ്ങൾ ഇന്നിപ്പോ അയാളെ ഒന്നുകൂടെ ഒന്ന് കണ്ടേച്ച് വരുവാ. 3 കിലോ എന്ന് പറയുമ്പോ 5 രൂപയ്ക്ക് 50 കുറവ്. 4.5, 4 ലക്ഷം രൂപ. അതെ. അപ്പോ ഞാൻ എത്ര രൂപ തരേണ്ടി വരും? ഒരു 1.5 എന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ 1.25 തിരിച്ചിങ്ങെടുക്കാം. നിങ്ങളെപ്പോ പോവാന്നാ? രാത്രിയിലെ വണ്ടിക്ക്. നീയും പോകുന്നുണ്ടോ? ഉണ്ട്. സന്ധ്യയ്ക്ക് വന്ന് കാശ് മേടിച്ചോ, ഞാൻ പിതുവിനോട് പറഞ്ഞേക്കാം. ഗോവയെ പോകേണ്ടി വരികയാണെങ്കിൽ മറ്റൊന്നും ശരിയായില്ലെങ്കിൽ കണ്ണൂരുകാരനൊരു ചോയേട്ടനുണ്ട്, ഒരു വയസ്സൻ, പുള്ളി ലൈനില്ല. അങ്കിളിന്റെ പേര് പറഞ്ഞോട്ടോ? ആ പറഞ്ഞോ. എന്നെ അറിയാം, മുമ്പൊരിക്കലും ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ശരി. ആ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തിരിയാണേലേ അടുത്ത ആഴ്ച ഈ നേരത്ത് കാന്തി ഒരു കാർ എടുത്തിരിക്കും. മിക്കവാറും കാർ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കൂടെ നിന്നെയും രജിസ്റ്റർ ചെയ്ത് ഓണർഷിപ്പ് എടുത്തിരിക്കും. അയ്യേ, അതേടി പെണ്ണേ. കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലേ പെണ്ണിനെ രജിസ്റ്റർ ചെയ്യാൻ കിട്ടുള്ളൂ. ഇല്ലല്ലോ. ഇല്ലേ, കിട്ടില്ല. ഈ കച്ചവടം കൊണ്ട് നടന്ന നിങ്ങളുടെ കൂടെ പൊറുക്കാൻ പെണ്ണുങ്ങൾ വല്ലതും വരുമെന്നാണോ? ഇതോടെ ഈ ലൈൻ നിർത്തിക്കോണം. നിർത്തിയിരിക്കും. സാധനം എത്തിയിട്ടുണ്ട്. എവിടെ? നിങ്ങൾ ഈ സാധനവുമായിട്ട് വന്ന കാര്യം ആർക്കെങ്കിലും അറിയാം? ഏയ്, ഒറ്റയാളും അറിഞ്ഞിട്ടില്ല. വീട്ടിൽ പോലും പോയിട്ടില്ല. ഈ ഇടപാട് തീർന്ന കാശുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും വീടുകളിൽ പോകുന്നുള്ളൂ. എന്നിട്ടേ കോവളത്ത് തന്നെ വെട്ടപ്പെടുന്നുള്ളൂ. ഇപ്പോ അങ്കിളിന് മാത്രമേ അറിയാവൂ ഞങ്ങൾ വന്ന വിവരം. എവിടുന്ന് കിട്ടി? ഒന്നും പറയണ്ട. കമ്പത്ത് പോയിട്ടും സംഗതി നടക്കാതെ വന്നപ്പോ കിട്ടുകയില്ലെൻ തന്നെ വിചാരിച്ചതാ. ഒടുവിൽ പിന്നെ ഗോവയിൽ പോയി അവിടുന്ന് എടുത്തു. അങ്കിൾ പറഞ്ഞ ചോയേട്ടൻ ചത്തുപോയി. എപ്പോ? ഞങ്ങൾ ചെല്ലുന്നതിന് ഒരാഴ്ച മുമ്പ്. ആണോ? ആ, ഞങ്ങൾ പോയി തിരക്കായിരുന്നു. നിങ്ങള് സായിപ്പിനെ കണ്ടോ? ഇല്ല, വന്നപ്പോ ആദ്യം ഇങ്ങോട്ടിങ്ങ് വരികയായിരുന്നു. പോയി പറയാം. പിന്നെ സാധനം കൈമാറ്റം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഒറ്റ ആള് പറയരുത്. ഇല്ല. കഴിയുന്നതും അവൻ പറയുന്നിടത്ത് വെച്ച് വേണ്ട, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ചേ ആകാവൂ. അത്രേ ഉള്ളൂ. എന്നാ പൊയ്ക്കോ. Good. 6 bags like this? Yeah, 3 kilos. All bags, same stuff. Same. For 3 kilos, I pay you 4.5 lakh rupee, okay? Okay. So, when you give it? ചരക്ക് എപ്പോ കൊടുക്കുന്നു ചോദിക്കുവാ. ഇവിടെ കൊണ്ട് കൊടുക്കണ്ട. ഇല്ല. സന്ധ്യ കഴിഞ്ഞൊരു സമയം പറ. 9 മണി. അപ്പഴേ ആളൊതുങ്ങുള്ളൂ. ആ. എവിടെ വെച്ച്? ആ ലൈറ്റ് ഹൗസിന്റെ താഴെ പാറയുടെ പുറയിലെങ്ങാനും. പോരെ? ആ. We meet 9 o'clock night. Okay. There, lighthouse near rocks. There, you know the other beach. I know the place.
Come with care. Yeah, I'll come. We sit like this with a cigarette. Both you? Both. Okay, okay. കാണുന്നില്ലല്ലേ? വരുവണ്ണ. ഓയ് നില്ല നില്ല, ഇത് എങ്ങോട്ട്? I sell these here. നോ സെൽ നൈറ്റ്. പോ. Man, I want to sell these. I want money, rupee. Take this, give me rupee. വേണ്ട. യു ഗോ. കം മോർണിംഗ്. നോ ബിസിനസ് നൈറ്റ്. But I want cash. ചേടാ ഇത് വലയായല്ലോ. പെണ്ണുമ്പിള്ളേ ഒന്ന് പോയേ. ആ This 4.5 lakh Indian rupee. I know. Bring your master. I want to go. പോകാൻ പറഞ്ഞാലേ. Ah, ouch. You touch me? നോ You touch my body? നോ there. Can't. You trying to rape me? No. See you. See you. Okay? Give back the money. Don't move. Give money, or I shoot. But when
അതെല്ലാം വേഗം എടുത്തു വേടേ. താങ്ക്സ്. Give that money. It's here with me, locked. Give it to me. I'll keep it. It's safe in my kit. No. I'll keep it. The key is here with us. We take it with us. You are not coming. You're staying here. Give the key. Fabian. We part here, you bitch. Get the key. നീ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയടാ. ഉണ്ട്. 3-4 ദിവസത്തേക്ക് മുമ്പ് ഇതില് മുടിയും താടിയും വളർത്തിയ ഒരു സായിപ്പ് മൊത്തം നടന്നു പോകുന്ന കണ്ടു. അവനെ നീ കണ്ടിട്ടുണ്ടോ? ആ, അപ്പം മുമ്പ് ഒരിക്കലും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ക്യാമറയുടെ സാധനമായിട്ട് ഒരു ഒടിച്ചില്. നീ അവിടെ നിൽക്കേ. ആ, നീ നിന്റെ വീട്ടിൽ പൊയ്ക്കോ. ഞാൻ പറഞ്ഞിട്ട് ഇനി ഈ ഭാഗത്തേക്ക് വന്നാൽ മതി. വല്ലതും പോയോ? ഇല്ല, ഇതാരോടും പറയണ്ട. പൊയ്ക്കോ. കാന്തിയാണോ? ഞാൻ അങ്കിളിനെ അന്വേഷിച്ച് കടയിൽ പോയി നോക്കി, കണ്ടില്ല. അപ്പൊ പിന്നെ ഈ വഴിക്കുണ്ടോന്ന് നോക്കി വരിക. എന്തു പറ്റി? പോയി, എല്ലാം പോയി, കുറച്ചു പോയി. അവൻ ചതിയൻ. സാധനം കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ തോക്കെടുത്ത് കളഞ്ഞു. എന്നിട്ട് പൊറഞ്ചുവിനെ ചുട്ട് വാഴിയിലേക്ക് എറിഞ്ഞു. നീ വാടാ.
Where is he? Where is he? Gone. Where? I don't know. Where is he? I don't know. അവിടെ കയറിയത് ഇവള് തന്നെ. മേലെ നോക്കുമ്പോ അവള് പറയും. അയ്യോ. 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 കള്ളിയാ ഇവള്. ശരിക്കും മേല് നോക്കിച്ചാലേ വല്ലതും പറയത്തുള്ളൂ. ഇവക്കറിയാമല്ലോ. അങ്കിൾ ഇവളെ ശരിക്ക് കൈകാര്യം ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ അവൻ പോയ വയ്യോ തപ്പാ. ഇനി സമയം കളയണ്ട. ട്രിവാൻഡ്രം റൂട്ടിലല്ലേ? ബൈക്കിലാണെങ്കിൽ അങ്ങനെ ഞാൻ പോവുള്ളൂ. സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും വണ്ടിയുടെ താക്കോല് വാങ്ങിച്ചോ. പറയടേ, നീയല്ലേ ഇവിടെ കയറിയത്? നേര് പറഞ്ഞില്ലെങ്കിൽ നിന്റെ മാംസം ഇതിലിരുന്ന് പൊരിയും. നീയല്ലേ ഇവിടെ കയറി മോട്ടിച്ച്? നീ മലയാളിയല്ലേ? എന്താ നിന്റെ പേര്? ശരിക്കുള്ള പേര്? എവിടെ നിന്റെ വീട്? ബോംബെ. പപ്പ കൊച്ചിൻ, മമ്മി മഹാരാഷ്ട്രൻ, ഞാൻ ബോംബെ. നീ എടുത്ത സാധനം എവിടെ? He took it. അവൻ കൊണ്ടുപോയോ? അവൻ എങ്ങോട്ടാ പോയെന്ന് നിനക്കറിയില്ലേ? ഇല്ല. കൊള്ളാം. നോ. നിങ്ങൾ എന്നെ ചുട്ടാലും എനിക്കത് പറയാൻ പറ്റില്ല. ബിക്കോസ് എനിക്കറിയില്ല. അപ്പോൺ ഗോഡ്, എനിക്കറിയില്ല. നിങ്ങൾ അവനെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അവൻ പോയിക്കൊണ്ടേയിരിക്കും. അവന്റെ ബൈക്കിൽ തന്നെ. പരുക്കുന്ന സാധാരണ അവൻ. അവൻ എങ്ങോട്ട് പോകാനായിരിക്കും കൂടുതൽ ചാൻസ് എന്ന് നിനക്കറിയില്ലേ? അവൻ എങ്ങോട്ടും പോകാം. യു കെൻ ഗോ ടു കാൽക്കട്ട, പോർട്ട് ബ്ലെയർ, പാകിസ്ഥാൻ ബോർഡർ, കറാച്ചി, നേപ്പാൾ, ഗോവ, എവിടെ വേണമെങ്കിൽ പോവാം. താങ്ക് യു. അതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇറ്റ് വാസ് ഇറിറ്റേറ്റിംഗ്, എസ്പെഷ്യലി ഈ ബൈക്കിലാരാ വന്നത്? തിരക്കിയില്ല. ഗേറ്റ് അടച്ചിട്ട് എത്ര നേരമായി? കുറേ നേരമായി.
പൊറിഞ്ചു നീ വന്നില്ലല്ലോ അണ്ണാ. ആ എവിടെ പോയിരിക്കുവാ? എന്നോട് ചോദിച്ചാല് എനിക്കെങ്ങനെ അറിയാം? അണ്ണൻ അറിയാൻ പറയാത്തതാ. ഇന്നിപ്പോ 9 ആവുന്നു. വീട്ടിലാർക്കും ഒരു സമാധാനവും ഇല്ല. അമ്മച്ചിയാ പറഞ്ഞത് ഇവിടെ വന്ന് ചോദിക്കാൻ. ഇവിടെ വന്ന് ചോദിച്ചാല് ഞാൻ അവനെ എങ്ങോട്ടും പറഞ്ഞയച്ചിട്ടില്ല. അണ്ണൻ പറയാത്തതാ. അറിയാം എവിടെ ഉണ്ടെന്ന്. എന്ത് സലോമി, നിന്റെ അനിയൻ പയ്യനോടി കാണാനല്ലോ കുറച്ച് ദിവസമായിട്ട്? അറിഞ്ഞൂടാ. ആ പയ്യന്റെ പെങ്ങള് ഇപ്പൊ അതാ കടയിൽ അന്വേഷിച്ച് വന്നിരിക്കുന്നു. അവൾ അറിഞ്ഞിട്ടില്ല ആങ്ങളെ പോയ കാര്യം. അവനെ മാത്രം നമ്പി നിൽക്കുന്ന ഒരു കുടുംബമാ. പോയവനെ കാണുന്നില്ല. I was about to ask you. നിങ്ങളുടെ പോയ ഫ്രണ്ട് തിരിച്ചു വന്നോ? ഇല്ല. പോവണ്ടായിരുന്നു. അയാളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. എങ്ങനെ? അവർ തമ്മിൽ കാണാതിരുന്നാൽ മതി. കണ്ടാൽ he's a killer. കൊല്ലാൻ അവന് ഒരു പ്രയാസവുമില്ല. അവൻ തിരിച്ചു വരുന്നതുവരെ നീ റൂമിന് പുറത്ത് പോവില്ല. വന്നില്ലെങ്കിൽ എങ്കിൽ നീ ഈ റൂമിലും കാണില്ല. അറിഞ്ഞോ? എന്ത്? കടപ്പുറത്ത് പൊറിഞ്ചുവിന്റെ പ്രേതം അടിഞ്ഞു കിടക്കുന്നു. ആരും അടുത്തിട്ടില്ല. പോലീസ് വരാൻ വേണ്ടി നോക്കി നിൽക്കുക എല്ലാവരും. പോലീസ് വല്ലതും ചോദിച്ചാൽ എന്തിനു പറയണം? ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞാ മതിയോ? ഒന്നും അറിഞ്ഞൂടല്ലോ. അയ്യപ്പൻ സ്വാമി സത്യം അറിഞ്ഞൂടാ. അപ്പൊ അതങ്ങ് പറഞ്ഞാ മതി. എല്ലാരും കൂടി കൊണ്ടുപോയി അവനെ കൊന്നു. എന്റെ മോനെ, എന്റെ കുഞ്ഞേ, എന്റെ കുഞ്ഞു. നേരോ കള്ളോന്ന് അറിയാമല്ല, ഒരു ന്യൂസ് കേട്ടു. ആറ്റിങ്ങലിനപ്പുറത്ത് ഒരു ലെവർ ക്രോസിൽ അങ്കിളിന്റെ കാറ് കിടക്കുന്നു. കാറിനകത്ത് ഗാന്ധിയുടെ ബോഡി ഇരിക്കുന്നു. ആരോ കുത്തിക്കൊന്നിരിക്കുക. ഏതായാലും നമ്മളൊന്ന് മാറിക്കോ. പോലീസിന് ആദ്യത്തെ അവരുടെ ഇളക്കത്തിനിടയിൽ ആരാ എന്താണെന്ന് നോട്ടം കാണിക്കണം. നമ്മൾ എന്തിനാ മാറുന്നേ? അല്ല, അതിന്റെ ആവശ്യമില്ല. മറ്റോമാരല്ല എവിടെടാ? പോയി. നീ മോണേപ്പിക്കും. അടച്ചേക്കട്ടെ. എന്തിന്? വേണ്ട. നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ മാറിക്കോ. അങ്ങനെ ഞാൻ മാറുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അവൻ കൊല്ലും. എനിക്കറിയാം. പോയിറങ്ങി എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോ. ഞെക്കി കൊല്ലാൻ കഴിവില്ലാത്തോണ്ട് പറയാ. എവിടേക്കെങ്കിലും ഒന്ന് പോ. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടെങ്കിലും. നമ്മളെല്ലാം ഇപ്പൊ അകത്താകാൻ പോവാ. ഞാനായിട്ട് നിന്നെ പിടിച്ചു കൊടുക്കത്തില്ല. ഒരു ദിവസം ഇവിടെ കൊണ്ടിട്ട് പോയതുകൊണ്ട്. പക്ഷെ അകത്തായാൽ ഞാൻ എല്ലാം പറയും.
പൂട്ടുന്നില്ല. നേരാണോ ഈ കേൾക്കുന്നത്? അങ്ങനെ കേട്ടു. കേട്ടേ ഉള്ളൂ, ഒന്നും അറിഞ്ഞൂടെ? അറിഞ്ഞൂടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. എനിക്കറിയാം, എന്റെ അണ്ണന്റെ ശവം നിങ്ങൾ അറിയാൻ നിങ്ങളുടെ കാറിനകത്ത് ഇരിക്കില്ല. എനിക്ക് ഉറപ്പാണ്. സത്യത്തിൽ എന്തിനെ നിങ്ങൾ സത്യം പറയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സത്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാശ് മതി. നിങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി എന്റെ അണ്ണനെ ചതി പറഞ്ഞയച്ച്. വേഗം തട്ടിയിട്ട് മാറിക്കോ, അവർ അങ്കിളിനെ തപ്പി വരുവാണ്. എന്നെ? ആ, ഒരു പടയുണ്ട്. ഒന്ന് മാറി നിൽക്കുന്നതാ ബുദ്ധി. ആ, കടയടച്ചോ, എന്നിട്ട് എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോ. ഏയ്, 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 There's a lot of police there. I wonder what they're doing. Isn't he the man from the restaurant? ആ പെണ്ണിന്റെ മരണമാണ് എന്നെ 5 വർഷം ഇതിനുള്ളിലാക്കിയത്. മറ്റു 2 കൊലപാതകങ്ങളുമായി എന്നെ നേരിട്ട് ബന്ധിക്കാൻ അവർക്ക് തെളിവൊന്നുമില്ലായിരുന്നു. എന്നെ എന്നല്ല, ആരെയും അതുമായി ബന്ധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഫാബിയൻ റമറസിനെ പറ്റി പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് അതൊരു തമാശയായി മാറുന്നത് ഞാൻ കണ്ടു. അവർക്കതങ്ങനെ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കാരണം ഫാബിയൻ അവർക്ക് കൊത്താനുള്ള ഒരു ഇരയായിരുന്നില്ല. 5 വർഷം കഴിഞ്ഞ് വീണ്ടും ഫാബിയൻ എൻ്റെ മുൻപിൽ വന്ന് പെട്ടപ്പോൾ എനിക്കറിയാമായിരുന്നു പോലീസിനെ വിളിച്ച് ഇതാണ് ഫാബിയൻ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നെങ്കിലും വിശേഷം ഒന്നും ഉണ്ടാവില്ലെന്ന്. കാരണം അവനെതിരെ നിരത്താൻ എനിക്ക് തെളിവൊന്നുമില്ലായിരുന്നല്ലോ, ഒറ്റ ഒന്നുപോലും. ജയിലിനുള്ളിൽ ഫാബിയൻ രാജാവിനെ പോലെ സുരക്ഷിതനായിരുന്നു. അതിനുള്ളിൽ വെച്ച് എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അവൻ പുറത്തു വരാൻ വേണ്ടി 14 കൊല്ലം കാത്തിരിക്കാനുള്ള ക്ഷമയും എനിക്കുണ്ടായിരുന്നില്ല. അവനെ പുറത്തിറക്കേണ്ടത് അങ്ങനെയാണ് എൻ്റെ ആവശ്യമായി തീർന്നത്. പുറത്ത് കിട്ടിയ 8 മാസം കൊണ്ട് ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. തീയതിയും ആളും സമയവും എല്ലാം. You promised me that you will inform me the date today. My cash is ready. You wanted me to arrange the money before October. I have arranged. When? Anytime. It is ready there. പുറത്തിറങ്ങിയാൽ അതെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടോ? ഉണ്ട്. Then ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്യൂ. You arrange it on October 2nd. October 2nd? ഇവിടെ അന്ന് ഫെസ്റ്റിവൽ ദിവസമാണ്, ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി? ആ അന്വേഷണത്തിന്റെ അന്ത്യം മനുഷ്യ മനസ്സിന് ഗുണപാഠങ്ങളായി തീരേണ്ട നിഗമനങ്ങളുടെ ശാദ്വല ഭൂമികളിലാണ്. ആത്മസംയമനം, മനസ്സംയമനം, മഹാത്മജിയുടെ ആദർശങ്ങൾ മഹോന്നതമായ സ്ഥാനം അലങ്കരിക്കാനുള്ള മഹാഭാഗ്യം ഈ സ്ഥിതിവിശേഷത്തിന് സംജാതമായി. എന്താണ് ആത്മാവ്, എന്താണ് ഈശ്വരൻ, എന്താണ് നമ്മൾ ഈ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്? ഈശ്വരൻ നമ്മിൽ തന്നെയാണ്. നമ്മളിൽ എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു.
അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്നതാണ് സത്യം. നമ്മളത് തിരിച്ചറിയണം. അതെങ്ങനെ അറിയണം? ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനം ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്ത ഐറ്റം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അതിനായി ഞാൻ ബഹുമാനപ്പെട്ട ജയിൽ ഐ ജി അവരെ ക്ഷണിച്ചോളും. അടുത്ത ഐറ്റം സമ്മാനദാനമാണ്. ബഹുമാനപ്പെട്ട ജയിൽ ഐ ജിയാണ് ഇന്നിവിടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. സമ്മാനം വാങ്ങേണ്ടവർ സ്റ്റേജിന്റെ ഇടതുവശത്തേക്ക് എത്രയും പെട്ടെന്ന് വന്നു നിൽക്കണം. സമയമില്ല. സമ്മാനത്തിന് അർഹരായവർ ഈ സ്റ്റേജിന്റെ ഇടതുഭാഗത്തേക്ക് വന്നു നിൽക്കണം. സമ്മാനം വാങ്ങി സ്റ്റേജിന്റെ വലതുഭാഗത്തേക്ക് പൊയ്ക്കൊള്ളണം. ബഹുമാനപ്പെട്ട ജയിൽ ഐ ജി അവർക്ക് ഈ യോഗത്തിന് ശേഷം മറ്റൊരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനാൽ ഇനി അടുത്ത ഐറ്റം ഉപസംഹാരമാണ്. നാളെ കാലത്ത് വരുമ്പോ അതിന്റെ വിവരം പറയണം. നീ ചെല്ലടേ, ചൂടാകാതെ. ചൂടാകൊന്നുമല്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ബഹുമാനപ്പെട്ട സ്വാമിജിയും മറ്റ് പ്രാസംഗികന്മാരും ഇതിനോടകം ഇവിടെ പരാമർശിച്ചു. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടുന്ന ആ മഹാത്മാവിനോട് നന്ദിയും കൃതജ്ഞതയും പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ഒരു അവസരം സമുചിതമായി ആഘോഷിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരിക്കൽ മാത്രം പിറന്നു വീഴുന്ന
കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. വയറ്റിലല്ലാതെ പിന്നെ എവിടെ ആശാനെ? ശ്വാസവാസത്തിൽ കിടക്കുവോ? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു പോയതാ. ചിലപ്പോ ഒന്ന് തള്ളിത്തരേണ്ടി വരും. വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ലേ തള്ളിത്തരാൻ? എടുത്തു മാറ്റണോ വണ്ടി? ദേ ചൂടാകല്ലേ. ആദ്യം സംഗതി അനങ്ങുമെന്ന് നോക്കട്ടെ. ഇവന് സ്വല്പ ഇടത്തുവാക്കുള്ള കൂട്ടത്തില. ഇതു ഇനി ഞാൻ വണ്ടി എടുത്തോളാം. ഇനിയുള്ള ഡീലിങ്സിന് ഞങ്ങൾ രണ്ടുപേരും മതി. മൂന്നാമതൊരാൾ കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാഷും കൊണ്ടുവരുന്നവന് സംശയമാവും. You are right. Absolutely right. He is expecting only 2 of us. നിർത്തിക്കോ. ഞാനങ്ങെത്തും സന്ധ്യയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രിയിൽ. ഇന്നിനെ വിളിച്ച് കടയിലെടുത്ത് എത്ര വൈകിയാലും എന്നെ കണ്ടിട്ടേ പോകാവൂന്ന് പറയണം. പറഞ്ഞിട്ടുണ്ട്. പോവാൻ ധൃതി കൂട്ടിയാലും സമ്മതിക്കരുത്. എനിക്ക് അവളോട് ഒരു കടം വീട്ടാനുണ്ട്. Hey, you are going ficky. ഇവിടുന്ന് ബസ് കിട്ടുമല്ലോ. ഞാൻ വയ്ക്കോളാം. കമാൺ. കാണാം. ക്യാഷ് എവിടെ? Get me the money. It is ready. I want to make a call. Phone cheyempul avan cash ethikin. Stop the van at a telephone booth. Okay. Yes. Motel. He knows. Golden Valley, yeah. Come, cash is ready. Coffee? Orange. Okay. Okay. എണ്ണി നോക്കട്ടെ. Count it.
ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് അപ്രീസിയേഷൻ ഉണ്ട്. നീ നേരുള്ളവനാ. എൻ്റെ കയ്യിൽ നിന്നെടുത്ത കാശ് മുഴുവൻ നീ ഇപ്പൊ തന്നു തീർത്തു. അത് ന്യായമായ പലിശ സഹിതം. താങ്ക് യു. What do you mean? പറയാം. 1982 കോവളത്ത് ഹൗവ ബീച്ചിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ജീവൻസ് സീ റിസോർട്ട്. ഓർമ്മ വരുന്നില്ല അല്ലേ? മെർലിൻ സൈമൺ എന്നൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഓർമ്മ വരും. ആ പെണ്ണിനെ കൊണ്ടാണ് നീ എൻ്റെ വീട് കുത്തിത്തുറപ്പിച്ച് 3.5 ലക്ഷം രൂപ മോഷ്ടിച്ചത്. പൊതുവിനെ കൊല്ലുന്ന പോലെ നിസ്സാരമായി നീ എന്നവിടെ 2 ചെറുപ്പക്കാരെ കൊന്നു തള്ളിയിട്ട് പോയത് ഓർമ്മയുണ്ടോ? നിന്നെ എക്സ്ക്യൂസ് ചെയ്ത് ഞാൻ വാങ്ങിയ ഈ കാശ് കാന്തിയുടെയും പൊറിഞ്ചുവിൻ്റെയും നാഥനില്ലാതെ പോയ വീടുകൾക്കാ. എനിക്കിത് വേണ്ട. എനിക്ക് വേണ്ടത് നിന്നെയാ. നീ കാരണം വിഷം കഴിച്ച പെണ്ണിന്റെ പേരിൽ ജീവിതം നശിച്ചവനാടാ ഞാൻ. Do you think that I'll bring a bag like this to carry money for you? Eh? I brought it for this. I didn't mean to do this. Eniki van venum. But now, since I know of your dirty tricks, I will always be restless if you remain on this earth. I'm sorry for you, Jeevan. Stop the van. Stop it! Get out. Out.
ഇന്ദിരയെ ആ കാശ് നിർബന്ധിച്ചേൽപ്പിക്കുന്നത് വരെ സത്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അവളത് വാങ്ങിയത് ഏതായാലും വലിയ കാര്യമായി. ഇനിയിപ്പോ സലോമിയുടെയും മേബിളിന്റെയും കെട്ട് നടക്കും. പിന്നെ ഇന്ദിരയ്ക്കും ആരെങ്കിലും വരാതിരിക്കില്ല. വീണ്ടും എനിക്ക് തെരുവ് വിളക്കുകൾ നഷ്ടമാകാൻ പോകുന്നു. ഇത്തവണ എത്ര കാലത്തേക്കെന്നറിയില്ല. പക്ഷെ ഒരു ആശ്വാസമുണ്ട്. ഇപ്രാവശ്യം എനിക്കെതിരെ സാഹചര്യ തെളിവുകളൊന്നുമില്ല. ഉള്ളത് മുഴുവൻ തെളിവുകളാണ്. എൻ്റെ ദേഹത്തും ഷർട്ടിലും വരെ തെളിവുകൾ. മറ്റതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിനൊരുപാട് സുഖമുണ്ട്. മറ്റവനെവിടെ? നിന്റെ ഒപ്പം ചാടിപ്പോയ സായിപ്പ് ഉണ്ട്.